LDC ആൻസർ കീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എ കോഡാണ്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ആൻസർ ബി ആണ്, 2ഉം 4ഉം. ആൻസർ ബി 2ഉം 4ഉം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ഏക മലയാളി ചേറ്റൂർ ശങ്കരൻ നായരാണ്. ഇദ്ദേഹം ഏത് സമ്മേളനത്തിലാണ് അധ്യക്ഷത വഹിച്ചത്? രണ്ടാമത്തേൻ്റെ ആൻസർ സി ആണ്. ആൻസർ സി. ഇനി മൂന്നാമത്തത് APJ അബ്ദുൽ കലാമുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതെല്ലാം? മൂന്നാമത്തേത് ഓപ്ഷൻ ബി ആണ്. ആൻസർ ഓപ്ഷൻ ബി. നാലാമത്തത്, നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ചത് ആര്? ഓപ്ഷൻ ഡി, VP മേനോൻ. അഞ്ചാമത്തത്, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ ബി, റൂസോ. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ ബി, റൂസോ. ആറാമത്തത്, കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ആര്? ഓപ്ഷൻ ഡി ആണ്, അഡ്വക്കേറ്റ് കെ രാജൻ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, പ്രസ്താവന 1, സമ്മർദ്ദരേഖകൾ തമ്മിലുള്ള അകലം കൂടുതലാണെങ്കിൽ മർദ്ദച്ചെരിവ് കൂടുതലായിരിക്കും. പ്രസ്താവന 2, മധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കൊറിയോലിസിസ് ബലം വർദ്ധിക്കുന്നു. ആൻസർ ഓപ്ഷൻ ബി ആണ്. പ്രസ്താവന 2 ആണ് ശരി. ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ പ്രസ്താവന 2 ആണ്, ബി ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. പ്രസ്താവന 2 മാത്രമാണ് ശരിയായത്. എന്താണ്? മധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കൊറിയോലിസ് ബലം വർദ്ധിക്കുന്നു. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ കൂടുതലായി അനുവർത്തിച്ചു വരുന്ന കാർഷിക സമ്പ്രദായം ഏത്? കേരളത്തിൽ കൂടുതലായി അനുവർത്തിച്ചു വരുന്ന കാർഷിക സമ്പ്രദായം ഏത്? എട്ടാമത്തേൽ ഓപ്ഷൻ എ ആണ് ആൻസർ. തീവ്ര ഉപജീവന കൃഷി, ഇൻറ്റൻസീവ് സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ, ഇതാണ് ആൻസർ. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, തെക്കേ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മൺസൂൺ സീസണിൽ രൂപം കൊള്ളുന്നതും ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരസമതലത്തിൽ ഉയർന്ന മഴ ലഭിക്കാൻ കാരണമാകുന്നതുമായ ഉച്ചമർദ്ദന മേഖല. അതായത് തെക്കേ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മൺസൂൺ സീസണിൽ രൂപം കൊള്ളുന്നതും ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരസമതലത്തിൽ ഉയർന്ന മഴ ലഭിക്കാൻ കാരണമാകുന്നതുമായ ഉച്ചമർദ്ദമേഖല ഏതാണ്? ഒൻപതാമത്തത് ആൻസർ ഓപ്ഷൻ സി, മസ്കറൈൻ ഹൈ. പത്താമത്തത്, ഉപദ്വീപീയ ഇന്ത്യൻ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്നവയെയും പടിഞ്ഞാറോട്ട് ഒഴുകുന്നവയെയും തമ്മിൽ വേർതിരിക്കുന്ന ജലവിഭാജകം ഏത്? ഉപദ്വീപീയ ഇന്ത്യൻ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്നവയെയും പടിഞ്ഞാറോട്ട് ഒഴുകുന്നവയെയും തമ്മിൽ വേർതിരിക്കുന്ന ജലവിഭാജകം ഏത്? 10 ഓപ്ഷൻ എ ആണ്, പശ്ചിമഘട്ടം. 11ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ഹിമാലയ പർവ്വതവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? 11 സി ആണ് ആൻസർ. സംയോജക സീമയിൽ രൂപം കൊണ്ടത്, അത് തെറ്റായ ആൻസറാണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ, സർവേ ഓഫ് ഇന്ത്യയുടെ വിസ്മയാവഹമായ ഭൂപട നിർമ്മാണ ചരിത്രം വിവരിക്കുന്ന ഭൗമചാപം ഇന്ത്യൻ ഭൂപട നിർമ്മാണത്തിൻ്റെ വിസ്മയ ചരിത്രം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. സർവേ ഓഫ് ഇന്ത്യയുടെ വിസ്മയാവഹമായ ഭൂപട നിർമ്മാണ ചരിത്രം വിവരിക്കുന്ന ഭൗമചാപം ഇന്ത്യൻ ഭൂപട നിർമ്മാണത്തിൻ്റെ വിസ്മയ ചരിത്രം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആര്?
12 ഓപ്ഷൻ ബി ആണ് CS മീനാക്ഷി. 13 ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏത്? ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരിയാണ്. 14 ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം. ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏതാണ്? ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഓപ്ഷൻ ബി ആണ് 1950. 16 ക്വസ്റ്റ്യൻ. ലോകബാങ്കിൻ്റെ മറ്റൊരു പേര്. ലോകബാങ്കിൻ്റെ മറ്റൊരു പേരാണ് ഓപ്ഷൻ എ IBRD. 17 ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിൽ 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുവാനുണ്ടായ കാരണങ്ങൾ. 17 ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരിയാണ്. 18 ക്വസ്റ്റ്യൻ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആര്? ഓപ്ഷൻ സി ആണ് ശക്തികാന്ത ദാസ്. 19 ക്വസ്റ്റ്യൻ. 2022-2023 കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് ആര്? 2022-2023 കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് ആര്? ഓപ്ഷൻ എ ആണ് നിർമ്മല സീതാരാമൻ. 20 ക്വസ്റ്റ്യൻ. ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി ആണ് ഒളി 1 and 3. ഒളി 1 and 3. ഒന്നാമത്തെ എന്താണ്? ഞങ്ങൾ ഭാരത ജനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആമുഖം തുടങ്ങുന്നത്. പിന്നെ മൂന്നാമത്തേത് എന്താണ്? സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക നീതി ഉറപ്പു നൽകുന്നു. ഇവ രണ്ടും മാത്രമാണ് ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന.